അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ പത്താണ് കടന്നു വന്നിരിക്കുന്നത്. മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10ആണത്. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള ദിനരാത്രികളാണ് ഇത്. അതിനുവേണ്ടി നാം ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം ധാരാളമായി അധികരിപ്പിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തിഗ്ഫാർ എന്നത് ആകാശലോകത്തിൻ്റെ താക്കോലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ അധികമായി ചൊല്ലിയാൽ അവൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അവൻ്റെ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരവ് നൽകുന്നതാണ്. അവൻ പോലും വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അവനിക്ക് ആഹാരം ലഭിക്കുന്നതാണ്. ഒരാൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ 4 പ്രയോജനങ്ങൾ അവനിക്ക് ലഭിക്കുന്നതാണ്. 1. മഴ വർഷിക്കും. 2. സമ്പത്ത് വർദ്ധിക്കും. 3. സന്താനങ്ങളെ നൽകും. 4. ജോലിയിൽ ബർക്കത്തുണ്ടാകും. വളരെ ശ്രേഷ്ഠവും മഹത്വവുമുള്ള ഇസ്തിഗ്ഫാറാണെന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ഒരാൾ വിരിപ്പ് വിരിക്കുന്നതിന് മുൻപ് 3 തവണ പറഞ്ഞാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറക്കപ്പെടും. 1ഓളം പാപങ്ങൾ ഉണ്ടെങ്കിലും അത് പുറക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ ദിക്റുകളും അധികരിപ്പിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത അഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.